മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ സ്ത്രീവിരുദ്ധ വകുപ്പുകൾക്കെതിരെ ഇരകൾ എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു ക്രസ്റ്റ്. അതായത് ഈ ഷുക്കൂർ വക്കീലിന്റെ കല്യാണമാണ് ഇത്തരം ചർച്ചകളിലേക്ക് പൊതുവെ ആ സമുദായത്തെ തന്നെ നയിച്ചത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കേസ് എന്തായാലും ജൂലൈയിൽ പരിഗണിക്കുമ്പോൾ പിതാവിന്റെ സ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശം വേണമെന്ന നിലപാട് സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുമെന്നാണ് ആവശ്യം. എന്നാൽ ശരിയത്ത് നിയമത്തിന് അനുകൂലവും സ്ത്രീവിരുദ്ധവുമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന വിമർശനവും വികാരവും ശക്തമാണ്. മലപ്പുറം താനൂരിലെ ഐഷുമ്മയുടെ ഭർത്താവ് 4 വർഷം മുൻപ് മരിച്ചു. കൂട്ടിന് 3 പെൺമക്കൾ മാത്രം. വീട് ജപ്തി ഭീഷണിയിലാണ്. കടം വീട്ടാൻ വീട് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഭർത്താവിന്റെ സഹോദരങ്ങൾ സമ്മതിക്കുന്നില്ല. ഞങ്ങളിപ്പോ കടത്തിന്റെ കടായി 10-15 ലക്ഷം രൂപ ഞങ്ങൾക്ക് കടായി. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങള് വിറ്റാളി, എന്നിട്ട് നിങ്ങളെ അവകാശങ്ങൾ എടുത്തിട്ട് ബാക്കി തരും, ഞങ്ങൾ കടം വിടട്ടെ. അവരതും കേൾക്കും. സ്വന്തം ഒരു പെരയും 9 സെന്റ് തരുള്ളൂ. ഞങ്ങൾക്കൊരു ഓരി ഉണ്ടാവും, അത് ഓരോ ഓരി ഉണ്ടാവുകയല്ല, അത് ഞങ്ങൾക്ക് തന്നാളി, ഞങ്ങൾക്ക് കടം വിടല. അത് പറഞ്ഞിട്ട് അതും കേൾക്കണില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? മൂവാറ്റുപുഴ സ്വദേശി റൂബിയയുടെ പിതാവ് സൈനുദ്ദീൻ കോവിഡ് ബാധിച്ചു മരിച്ചു. റൂബിയയുടെ പേരിൽ എഴുതിവെച്ച സ്വത്ത് ഇപ്പോൾ സൈനുദ്ദീന്റെ സഹോദരങ്ങൾക്ക് വേണം. ജീവിച്ചിരുന്ന കാലത്ത് നോക്കാതിരുന്ന ബന്ധുക്കൾക്കൊപ്പമാണ് പള്ളി കമ്മിറ്റി അടക്കമുള്ളവർ. എന്നിട്ട് വാപ്പാടെ ബാധ്യത ഇവർ ഏറ്റെടുത്തിട്ടില്ല. വാപ്പാടെ ഒരു കാര്യങ്ങളും ഒരു മരണാനന്തര ചടങ്ങിൽ പോലും ഇവർ പങ്കെടുത്തിട്ടില്ല. എന്നിട്ടാണ് ഇവര് വാപ്പയുടെ സ്വത്തിന് വേണ്ടി അവകാശം പറഞ്ഞു വരുന്നത്. വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് പോലും ഇവര് സഹോദരനായിട്ട് പോലും എന്റെ വാപ്പനെ അവർ കണ്ടിട്ടില്ല. എന്റെ ഉമ്മയെയും എന്നെയും പോലും ഇവരെ ഒരു ബന്ധു എന്ന നിലയിൽ പോലും അവർ കണ്ടിട്ടില്ല. പള്ളിക്കാരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ശരീഅത്ത് നിയമമാണ്, ഇത് നിങ്ങളുടെ വാപ്പയുടെ സ്വത്ത് അവർക്ക് കൊടുക്കണം, അത് കൊടുത്തില്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല, പല ബുദ്ധിമുട്ടുകൾ വരും എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഐഷുമ്മയെയും റൂബിയെയും പോലെ മുസ്ലിം സ്വത്തവകാശ നിയമത്തിന്റെ ഇരകളായ നിരവധി സ്ത്രീകളാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ കോഴിക്കോട്ടെത്തിയത്. പിന്തുടർച്ചാവകാശ നിയമത്തിലെ വിവേചനം ചോദ്യം ചെയ്ത VP സുഹ്റ ഉൾപ്പെടെയുള്ളവരുടെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. വിഷയത്തിൽ നിലപാടറിയിക്കാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇടത് സർക്കാരിന്റെ നിലപാട് ഇരകൾക്കൊപ്പമല്ലെന്ന് VP സുഹ്റ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല മറുപടി ഉണ്ടാവും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം മുസ്ലിം ലീഗുമായിട്ടും അതുപോലെ സമസ്ത പോലുള്ള സംഘടനകളൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മളെ ഈ വിഷയത്തിൽ പങ്കെടുക്കുകയോ ചർച്ച ചെയ്യുന്നൊന്നും യാതൊരു വിശ്വാസവും ഞങ്ങൾക്കില്ല. ശരീഅത്ത് നിയമത്തിൽ തിരുത്തലുകൾ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ എന്നാണ് സൂചന. അഭിപ്രായ രൂപീകരണത്തിനായി ഇരകളെ കേൾക്കാതെ ഏതാനും മതപണ്ഡിതന്മാരുടെ യോഗം മാത്രമാണ് സർക്കാർ വിളിച്ചത്. കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന CPM MLA കാനത്തിൽ ജമീല അവസാന നിമിഷം പിൻവാങ്ങിയത് സമ്മർദ്ദത്തെ തുടർന്നാണെന്നും വിമർശനമുണ്ട്. അശ്വിൻ വല്ലത്ത്, News 18, കോഴിക്കോട്.